അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. അഖ്ലാഖിൻ്റെ ദിവസമാണിന്ന് അല്ലേ? നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ക്ഷമിക്കാനാണ് പഠിച്ചത്. സ്വബറിൻ്റെ പാഠമായിരുന്നു. 2-3 ക്ലാസ് അതിൻ്റെതായിരുന്നു അല്ലേ? അപ്പോൾ സഹനം അഥവാ സ്വബർ പ്രധാനമായിട്ടും എത്ര തരമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്? പ്രധാനമായിട്ടും 4 തരം സഹനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇബാദത്തുകളിലുള്ള ക്ഷമ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിലുള്ള ക്ഷമ, പിന്നെന്താണ്? ആപത്തുകളിലുള്ള ക്ഷമ, പിന്നെ അന്യരുടെ ദ്രോഹത്തെ തൊട്ടുള്ള ക്ഷമ. അപ്പോൾ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ജനങ്ങളോട് ഇടപഴകാതെ അവരിൽ നിന്നേൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കാതെ വീട്ടിനകത്തിരിക്കുന്നവരാണോ, അതായത് ഒറ്റയ്ക്കിരിക്കുന്നവരാണോ, അതോ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരോട് ഇടകലർന്ന് ജീവിക്കുകയും അവരിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങി ക്ഷമയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണോ? ഇതിലാരാ നല്ലതെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ജനങ്ങളുമായിട്ട് ഇടപഴകുകയും അവരിൽ നിന്ന് ഏൽക്കുന്ന ഉപദ്രവങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ക്ഷമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പുറത്തിറങ്ങാതെ ജനങ്ങൾക്കിടയിൽ ഇടപഴകാതെ ക്ഷമ കൈക്കൊള്ളാതെ ജീവിക്കുന്ന ആളുകളെക്കാൾ ഉത്തമന്മാർ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ അതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയ ഒരു പാഠമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു നല്ല പാഠം. പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ്? ആഫാത്തുൽ ലിസാൻ. എന്താണ് പാഠത്തിൻ്റെ പേര്? ആഫാത്തുൽ ലിസാൻ. എന്താ ലിസാൻ എന്ന് പറഞ്ഞാൽ? ലിസാനിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ലിസാൻ. എന്താ ലിസാൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? നാവിനാണ് ലിസാൻ എന്ന് പറയുക. ആഫാത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാലോ നാവിൻ്റെ ആഫാത്ത്. ആഫാത്ത് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ആ വാക്കിൻ്റെ മലയാളം. ആഫത്ത് എന്നുള്ള വാക്കിൻ്റെ ബഹുവചനമാണ് ആഫാത്ത്. ആഫത്ത്, ആഫാത്ത്, ആഫത്തുകൾ. എന്താണ് ആഫത്ത് എന്ന് പറഞ്ഞാൽ? ആപത്ത്. മലയാളത്തിൽ നമ്മൾ പറയുന്ന ആപത്തിനാണ് അറബിയിൽ ആഫത്ത് എന്ന് പറയുക. അപ്പോൾ ആഫാത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാവിൻ്റെ വിപത്തുകൾ. വിപത്ത്, ആപത്ത് ഒരേ വാക്കല്ലേ? അപ്പം നാവിൻ്റെ വിപത്തുകൾ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെ നാവിൻ്റെ വിപത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായ? നാവിൻ്റെ വിപത്ത് മനസ്സിലാവണ്ട. നാവിനാൽ ഉണ്ടായിത്തീരുന്ന വിപത്തുകൾ. ആർക്കുണ്ടായിത്തീരുന്ന? ആ നാവിൻ്റെ ഉടമക്കുണ്ടായിത്തീരുന്ന വിപത്തുകൾ, സമൂഹത്തിനുണ്ടായിത്തീരുന്ന വിപത്തുകൾ. നാവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ് കാണാൻ. കയ്യും കാലൊക്കെ വലിയ അവയവങ്ങളാണ്. ഒരാളെ അടിച്ച് തള്ളിയിടാൻ കൈ മതി, ഒരാളെ ചവിട്ടിക്കൊല്ലാൻ ചിലപ്പോൾ കാല് മതി. പക്ഷേ ഇതിനൊക്കെ അപേക്ഷിച്ചിട്ട് ചെറിയ അവയവമായ, അതും എല്ലില്ലാത്ത ചെറിയ അവയവമായ നാവിന് കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ അപകടങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നാവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞു. ഒരു വാക്ക് നാവ് കൊണ്ട് പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരാളെ നമ്മൾ അടിച്ചു, ഇല്ലെങ്കിൽ വെട്ടി തന്നെ വെക്കുക. അത് കുറച്ച് കഴിഞ്ഞാൽ മുറിവ് അടങ്ങിയാൽ അല്ലെങ്കിൽ അതിൻ്റെ വേദന മാറിയാൽ അതൊരു വിഷയമായിരിക്കും. അതേസമയം നമ്മൾ ചില സമയങ്ങളിൽ ചില ആൾക്കാരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകൾ ചിലപ്പോൾ അവർ ഒരിക്കലും മരണം വരെ ഒരു മറക്കില്ല. ഓൻ എന്നോട് പണ്ട് ഇങ്ങനെ പറഞ്ഞ ആളാണ് എന്ന് ചിലപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നല്ല ബോധം ഉണ്ടാവും. അപ്പോൾ ആയുധം കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ ശക്തമാണ് നാവ് കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ്. അപ്പോൾ നാവ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഖുർആനിലൊരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ആ സൂറത്തിൽ അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഒരുപാട് ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം വലിയ ചിന്തകനായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു, നബിയാണെന്ന് വരെ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായമുണ്ട്. അപ്പം വലിയ ആളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരുപാട് കാലം കഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടിമയായിട്ടാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ കാലത്തൊക്കെ മൃഗങ്ങളെ വിൽക്കാൻ ചന്ത ഉണ്ടാവില്ലേ, കാലിച്ചന്ത, പോത്തുകളെയും മൂരിക്കുട്ടന്മാരെയും പശുക്കളെയൊക്കെ വിൽക്കുന്ന ചന്ത ഉണ്ടാവില്ലേ, മാർക്കറ്റ്.
അതേപോലെ മനുഷ്യന്മാരെ വിൽക്കണ മാർക്കറ്റുകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുകയും പിന്നീട് അവിടുന്ന് ജനങ്ങൾ അടിമയായിട്ട് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ ആളായിരുന്നു. ഇദ്ദേഹം ഇത്രയും വലിയ ആൾക്കാരാണെന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അടിമയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ യജമാനൻ ഒരു ആടിനെ വാങ്ങിക്കൊണ്ടുവന്നു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടിമയാകുന്ന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ ആടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങൾ എനിക്ക് പാകം ചെയ്തിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആടിൻ്റെ പ്രധാനപ്പെട്ട ടേസ്റ്റുള്ള അവയവം ഏതാണ്? കുറകാണ്. കുറകറിയില്ല, കാൽക്കുറക്, കൈക്കുറകൊക്കെ. അപ്പോൾ ആട് തിന്നുമ്പോൾ നമ്മൾ തന്നെ ഏത് മൃഗത്തിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനെ മൃഗമോ പക്ഷിയൊക്കെ ആവട്ടെ അതിൻ്റെ ഏറ്റവും നല്ല ഇറച്ചിയുള്ള ഭാഗമല്ലേ നമ്മൾ വെച്ച് നമുക്ക് ഇഷ്ടപ്പെടുക. പക്ഷേ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് യജമാനൻ പറഞ്ഞു, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങൾ എനിക്ക് പാകം ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏതാ പാകം ചെയ്ത് കൊണ്ടുകൊടുത്തത്? 2 അവയവങ്ങളാണ്. ഒന്ന് ഹൃദയം, മറ്റൊന്ന് നാവായിരുന്നു. നാവ് ഏതെങ്കിലും മൃഗത്തിൻ്റെ നാവ് നമ്മൾ തിന്നലുണ്ടോ? നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറച്ചി വാങ്ങലില്ലേ? നാവ് ആരെങ്കിലും വാങ്ങുമോ? ഇനി നമ്മൾ ഒരു മൃഗത്തിന് അറുത്താൽ തന്നെ നാവ് നമ്മൾ അങ്ങനെ ഭക്ഷിക്കുമോ? പ്രത്യേകമായിട്ട് നാവ് എന്തായാലും നമ്മൾ ഭക്ഷിക്കൂലല്ലോ. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുകൊടുത്തത് നാവായിരുന്നു. അപ്പോൾ യജമാനന് ദേഷ്യം പിടിച്ചു. പിറ്റേന്നും ഇതുപോലെ തന്നെ അദ്ദേഹം ആടിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ മൃഗത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട 2 അവയവങ്ങൾ എനിക്ക് പാകം ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അന്നും കൊണ്ടുകൊടുത്തത് ഇതേ അവയവങ്ങളാണ്, ഹൃദയവും നാവും. അപ്പോൾ അദ്ദേഹം വലിയ ചിന്തകനും ബുദ്ധിജീവിയാണല്ലോ, ഈ യജമാനേക്കാൾ എത്രയോ മേലെയല്ലേ. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഏറ്റവും നല്ല അവയവം എന്ന് ചോദിച്ചാൽ അത് നാവും ഹൃദയവുമാണ്. ഏറ്റവും മോശ അവയവം എന്ന് ചോദിച്ചാലോ അതും നാവും ഹൃദയമാണ്. കാരണം നാവും ഹൃദയവും നന്നായാൽ അത്രയും നല്ല മറ്റൊന്നും ഉണ്ടാവുകയില്ല. അതേസമയം നാവും ഹൃദയവും ചീത്തയായാലോ അത്ര വെടക്കായത് മറ്റൊന്നും ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ. അപ്പം നാവ് നന്നാവുകയാണെങ്കിൽ അത് മതി എല്ലാവരെയും നന്നാക്കാൻ, മനുഷ്യനെ നന്നാക്കാൻ, എല്ലാത്തിനെയും നന്നാക്കാൻ. നാവ് ചീത്തയാവുകയാണെങ്കിലോ അത് കാരണം ഒരുപാട് ആപത്തുകൾ സംഭവിക്കും. അപ്പം ഓരോ മനുഷ്യനും അവൻ്റെ നാവ് കാരണം സ്വർഗത്തിലേക്കും പോവാം, നരകത്തിലേക്കും പോവാം. നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ നാവ് കൊണ്ട് സ്വർഗത്തിൽ പോവാം. നമുക്ക് മനസ്സിലായില്ലേ? അല്ലെങ്കിലോ നരകത്തേക്കാ പോകണമെങ്കിലോ അതിനും നാവിന് വലിയ പങ്കുണ്ടായിരിക്കും. അപ്പം മനുഷ്യൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കാൻ കെൽപ്പുള്ള പ്രധാനപ്പെട്ട അവയവമാണ് നാവ്. അപ്പോൾ ഈ നാവിൻ്റെ അപകടങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നാവിൻ്റെ ഉപകാരങ്ങളെയും അപകടങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഈ പാഠത്തിൽ പറയാനുള്ളത്. ആഫാത്തുൽ ലിസാൻ. അപ്പോൾ നമുക്ക് വിശദീകരിക്കൊന്നും വേണ്ട, നിങ്ങൾ കിതാബ് തുറക്കി നമുക്ക് വായിച്ചു നോക്കാം. റെഡിയാണല്ലോ? പാഠം 5, ആഫാത്തുൽ ലിസാൻ, നാവിൻ്റെ വിപത്തുകൾ. മനുഷ്യരായ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വണ്ണമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ്. വലിയൊരു അനുഗ്രഹമാണ് നാവ്. പല അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് അല്ലേ? എത്രയോ പ്രധാനപ്പെട്ട അവയവങ്ങൾ, നാവിനേക്കാൾ വലിയ വലിയ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലല്ലേ? നാവ് വളരെയേറെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലുള്ളത്. ഒരുപാട് പല്ലുകൾ കാവൽക്കാരായിട്ടുണ്ട്. ഒരു പൊത്തിൻ്റെ ഉള്ളിൽ, വായൻ്റെ ഉള്ളിൽ അള്ളാഹു തആല നാവിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം നാവ് ചില്ലറക്കാരനല്ലാന്ന്. അപ്പോൾ നോക്കണേ, നാവിൻ്റെ അത്ര പ്രാധാന്യം മറ്റൊന്നിനുമില്ല. വലിയ കാലും വലിയ കയ്യും ദൂരേക്ക് കാണുന്ന കണ്ണും ദൂരേന്ന് കേൾക്കുന്ന കാതും ഒക്കെ ഉണ്ടെങ്കിലും നാവിൻ്റെ അത്ര പ്രാധാന്യം മറ്റൊരു അവയവത്തിനുമില്ല. നന്നെ ചെറിയ ഒരു അവയവമാണ് നാവെങ്കിലും അതുവഴി നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ വലുതാകുന്നു. നാവ് കൊണ്ട് ഒരുപാട് വലിയ ഗുണങ്ങളുണ്ട്. നോക്കണേ, ഈമാൻ പ്രത്യക്ഷപ്പെടുന്ന ഷഹാദത്ത് കലിമകളുടെ ഉച്ചാരണം മുതൽ എണ്ണമറ്റ കാര്യങ്ങൾ നാവ് കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. നാവിൻ്റെ പോസിറ്റീവ് തിങ്സ് ആണ് അതൊക്കെ. നാവ് കൊണ്ടുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ. നമ്മുടെ ഈമാനിനെ നമ്മൾ പരസ്യപ്പെടുത്തുന്ന എന്ത് പറഞ്ഞിട്ടാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടല്ലേ? ആ തിരുവാക്യം ഉച്ചരിക്കണമെങ്കിൽ നാവ് വേണ്ടേ? അത് മാത്രമാണോ? അങ്ങനെ എത്രയോ വലിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ലേ? നമ്മൾ ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ ഒരു സ്വലാത്ത്, ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ പേരിൽ അല്ലാഹു തആല നമുക്ക് 10 സ്വലാത്ത് തരും അല്ലേ? അപ്പോൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലണമെങ്കിൽ നാവ് വേണ്ടേ? ഒരു സ്വലാത്ത് നമ്മൾ റസൂലുള്ളാഹിക്ക് ചൊല്ലുമ്പോഴത്തേക്ക് അല്ലാഹു തആല 10 കൂലി നമ്മൾക്ക് എഴുതും. അതേപോലെ തന്നെ
അതുപോലെ തന്നെ ഖുർആനിലുള്ള ഒറ്റ അക്ഷരം നമ്മൾ ഓതിയാൽ, അലിഫ് എന്ന് ഓതിയാൽ 10 അക്ഷരം ഓതിയ കൂലി അല്ലാഹു തആല എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ അത് ഓതണമെങ്കിലും വേണ്ട നാവ്. അപ്പോൾ നാവ് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാവ് കൊണ്ട് കൂലി കിട്ടുന്ന, അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമായ, പരലോകത്ത് രക്ഷയ്ക്ക് കാരണമാകുന്ന നല്ല നല്ല കാര്യങ്ങൾ, ഖുർആൻ, ദിക്ർ, സ്വലാത്ത് പോലുള്ള സംഗതികളൊക്കെ പറയുമ്പോൾ, നാവ് കൊണ്ട് നമ്മൾ പറയുമ്പോൾ, നാവ് കാരണം നമ്മൾ എവിടെ എത്തിച്ചേരും? സ്വർഗത്തിലെത്തിച്ചേരും. നോക്കൂ, നിങ്ങൾ പറയുന്നത്. അതിനാൽ സംസാരശേഷിയുള്ള ഏതൊരാളുടെയും ശാശ്വതമായ പരലോക വിജയത്തിൽ നാവിന് വലിയ പങ്കുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ വേറുണ്ട്. ഓൾക്ക് പിന്നെ സംസാരത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സംസാരിക്കാൻ കഴിയണം നമുക്ക് പാവുന്നു, അയ്യോ പൊട്ടനാണ് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ. എവിടെ? ഓൾക്ക് പരലോകത്തെത്തിയാൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു മോശം കാര്യങ്ങളെ പേരിലും ശിക്ഷ വാങ്ങേണ്ടി വരില്ല. നമ്മൾക്കോ യഥേഷ്ടം സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് നമ്മൾ തോന്നിയതൊക്കെ സംസാരിക്കണു. അതൊക്കെ 2 മലക്കുകൾ കൃത്യമായിട്ട് എഴുതി വെക്കണ്. അതിൽ നല്ലതാണെങ്കിൽ കൂലി കിട്ടണ്. അതേസമയം നേരെ മറിച്ച് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലോ അതൊക്കെ നമ്മൾക്ക് ശിക്ഷ വാങ്ങിത്തരൂലേ? അപ്പോൾ മനസ്സിലാക്കണം. നമ്മൾ നോക്കണേ, സംസാരശേഷിയുള്ള ഏതൊരാളുടെയും ശാശ്വതമായ പരലോക വിജയത്തിൽ നാവിന് വലിയ പങ്കുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സംസാരശേഷി ഉണ്ടോ ഓൾക്ക് പരലോകത്ത് ജയിക്കണമെങ്കിൽ നാവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാവ് കൊണ്ട് ഓൾക്ക് പരലോക വിജയം നേടാം. പ്രധാനമായിട്ടും വലിയ പങ്ക് നാവിനുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് നാവിനെ കുറിച്ചിട്ട് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പം നാവ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈമാനിനെ പരസ്യപ്പെടുത്തുന്ന ഷഹാദത്ത് കലിമ ഉറക്കെ ഉച്ചരിക്കാൻ നാവ് വേണം. പിന്നെ നമ്മൾ സ്വലാത്തിൻ്റെയും ഖുർആനിലുള്ള പാരായണത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദിക്റുകളൊക്കെ എല്ലാം അങ്ങനെ തന്നെ നാവ് കൊണ്ട് നമ്മൾ എന്തെല്ലോ കാര്യങ്ങൾ ചൊല്ലുന്നില്ലേ? അതുകൊണ്ടൊക്കെ ചൊല്ലുമ്പോൾ ദിക്റുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചൊല്ലുമ്പോൾ അള്ളാഹു തആല അതിന് എത്രയോ പ്രതിഫലങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുക. കൈ കൊണ്ട് ചൊല്ലാൻ കഴിയില്ല, കാലുകൊണ്ട് ചൊല്ലാൻ കഴിയില്ല. ചൊല്ലണമെങ്കിൽ നാവന്നെ വേണം. ഖുർആൻ ഓതണമെങ്കിൽ നാവന്നെ വേണ്ടേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നാവ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്വർഗത്തിൽ വരെ എത്തിച്ചേരാൻ പറ്റുന്ന വലിയ ഗുണങ്ങൾ നമ്മുടെ നാവിനുണ്ട്. മനസ്സിലായല്ലോ? ഒരു വലിയ തത്വജ്ഞാനി പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാന്റെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലായിരിക്കും, എങ്കിൽ ഒരു വിഡ്ഢിയുടെ ഹൃദയമോ അവൻ്റെ നാവിൻ്റെ പിന്നിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്റെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലാണ് എന്ന് പറഞ്ഞാൽ, ബുദ്ധിമാനായ ആൾ സംസാരിക്കുമ്പോൾ ഹൃദയവുമായിട്ട് ആലോചിച്ച്, ഹൃദയം കൊണ്ട് ആലോചിച്ചിട്ട് ശരിക്ക് തീരുമാനമെടുത്തിട്ട് പറയേണ്ട കാര്യമാണെങ്കിൽ മാത്രമേ പറയുകയുള്ളൂ. അതേസമയം വിഡ്ഢിയുടെ ഹൃദയമാകട്ടെ നാവിൻ്റെ ബാക്കിലായിരിക്കും. എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ ആൾ സംസാരിക്കുമ്പോൾ അയാൾ ആലോചിക്കാതെ പെട്ടെന്ന് മനസ്സിലേക്ക് കൊടുക്കാതെ പെട്ടെന്ന് പറഞ്ഞു കളയും, എന്നിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടും. അപ്പം നാവ് അടങ്ങിയിരിക്കുക എന്നുള്ളത് ബുദ്ധിമാൻ്റെ അടയാളമാണ്. നാവ് കൊണ്ട് വല്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വിഡ്ഢിയുടെ അടയാളമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് നാവിന് നമ്മുടെ അവയവങ്ങളെ കൂട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും മനുഷ്യനെ രക്ഷിക്കാനും മനുഷ്യനെ ശിക്ഷയിലെത്തിക്കാനും ഒക്കെ നാവിന് കഴിയും. മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.